നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ കൽപ്പറ്റ സെന്റർ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്നതിനുമായി ആലോചനാ യോഗം നടത്തി. കൽപ്പറ്റ പത്മപ്രഭ ഗ്രന്ഥാലയത്തിലെ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള 22 പേർ പങ്കെടുത്തു. ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ എന്നിവർ സദസ്സിനോട് വിശദീകരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ TV രവീന്ദ്രൻ, അനിൽകുമാർ K, നൌഷാദ് CK, SR ജോൺ, അനൂപ MV, സലീം K, ഷാജി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെയ് 31 ശനിയാഴ്ച അതേ സ്ഥലത്ത് വീണ്ടും യോഗം ചേരാനും ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചു. ആൽഫ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ സമാപനത്തോടനുബന്ധിച്ച് നടത്തുന്ന നറുക്കെടുപ്പ് 28 രാവിലെ 11 മണിക്ക് ആൽഫ എടമുട്ടം ഹോസ്പീസിൽ നടത്തും. ഒന്നാം സമ്മാനമായ മാരുതി വാഗണർ കാർ, പ്രോത്സാഹന സമ്മാനങ്ങൾ എന്നിവയ്ക്കായുള്ള നറുക്കെടുപ്പാണ് നടക്കുക. പരിപാടി തത്സമയം സൂം ആപ്പിൽ കാണാൻ കഴിയും. ആൽഫ സെന്ററുകളുടെ ഭാരവാഹികൾ നേരിട്ട് പങ്കെടുക്കണമെന്ന് ക്യാമ്പയിൻ ഭാരവാഹികളായ കൺവീനർ ഇന്ദിര ശിവരാമൻ, ജോയിന്റ് കൺവീനർമാരായ KA ഖദീജാബി, VJ തോംസൺ എന്നിവർ അറിയിച്ചു. ആൽഫ വെള്ളാങ്കല്ലൂർ സെന്റർ മെമ്പറും ആൽഫയുടെ ഹരിതശ്രീ കർഷകരുമായ വത്തിയാട്ടി രമേശിന്റെ തോട്ടത്തിൽ കൃഷി ചെയ്ത കപ്പ ആൽഫയുടെ അന്നം ഫുഡ് ബാങ്കിലേക്ക് സംഭാവന ചെയ്തു. സെന്ററിൽ നിന്നും രോഗി പരിചരണം ലഭിക്കുന്ന 50 കുടുംബങ്ങൾക്ക് 10 കിലോ കപ്പ വീതം ഹരിതശ്രീ വോളണ്ടിയർമാർ നൽകി. സെന്റർ സെക്രട്ടറി മെഹർബൻ, ഹരിതശ്രീ കൃഷി കൂട്ടായ്മ കോർഡിനേറ്റർ അസീറ, ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ, ബുക്ക് ബാങ്ക് കോർഡിനേറ്റർ രത്നമണി, ജയപ്രകാശ്, ലാലു അസർ, സെനിൻ എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.